ഹലോ എവരി വൺ, വെൽക്കം ടു ദിസ് ചാനൽ CL App. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഓഡിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഫുള്ളായി റിവൈസ് ചെയ്യുക, ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നതാണ്. സോ ഒരു അഷുറൻസ് ഫ്രം മൈ സൈഡ്, നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണുകയാണെങ്കിൽ കൺസെപ്റ്റ് വൈസ് ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലാവും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് തലേന്ന് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു മാർക്ക് പോലും പോകാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് എന്റെ അഷുറൻസ് ആണ്. സോ വിത്തൗട്ട് എനി അതർ ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് മൂവ് ടു ദി ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഇതാണ് ഫണ്ടമെന്റലി ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്ന് പറയാം. കാരണം നിങ്ങളുടെ ബേസിസ് ഇടുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. എന്താണ് ഓഡിറ്റ്, എന്തുകൊണ്ട് ഓഡിറ്റ്, എങ്ങനെയാണ് ഓഡിറ്റ്, ഇതിന്റെ എല്ലാം ഓൾമോസ്റ്റ് ആൻസേഴ്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ പിടിക്കാൻ സാധിക്കും. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്? MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ? ഒന്നെന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. എന്താണ് ഓഡിറ്റ്, അതിന്റെ സ്കോപ്പ് എന്താണ്? പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റ്. പിന്നെയുള്ള 3 ടോപ്പിക് എന്ന് പറയുന്നത് അഷുറൻസ് എൻഗേജ്മെന്റ്, പിന്നെ 2 തരം എൻഗേജ്മെന്റ് അഷുറൻസ് ഉണ്ട്, അതേതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്, പിന്നെ പർപ്പസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം പഠിക്കേണ്ട ഭാഗങ്ങൾ. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ആദ്യത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ആൻ ഓഡിറ്റ്? സോ ഈ ഒരു സാധാരണ പൊതുവെ നമുക്ക് എല്ലാ ഡെഫിനിഷൻസും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല ഓഡിറ്റില്. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 പേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, അതിനകത്ത് 9 പേപ്പറും ഒരു ലേമാൻ രീതിയിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ 10ാമതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ നിങ്ങൾ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ അത്യാവശ്യം രീതിയിൽ എഴുതി വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഇംപ്രഷൻ കിട്ടും. മാത്രമല്ല മാർക്ക് അതിനനുസരിച്ച് ഡിഫറൻസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാർക്ക് കയറാൻ ഭയങ്കര പാടാണ്. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തമായ രീതിയിൽ പോയിന്റ് വൈസ് ആൻസർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള ചെറിയ ചെറിയ ഡെഫിനേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇത് ഒരു ഫണ്ടമെന്റൽ ഡെഫിനേഷൻ എന്ന് വേണം പറയാൻ ഓഡിറ്റിന്റെ. ഓഡിറ്റ് എന്താന്നുള്ളത്, ആൻ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട്, and irrespective of its size or legal form, when such an examination is conducted with a view to expressing an opinion thereon. So ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. എന്താണ് ശരിക്കും ഓഡിറ്റിൽ സംഭവിക്കുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി എടുക്കാം. ആ കമ്പനി റൺ ചെയ്യുന്നത് ആരാണ്? VOD ആയിരിക്കാം, അതായത് ഡയറക്ടേഴ്സ് ആയിരിക്കാം ആ കമ്പനി റൺ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഓണേഴ്സ് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. സോ ഒരു വർഷം ഫുള്ള് ഇവരിവിടെ വന്നിട്ട് ഇതിന്റെ അക്കൗണ്ട്സോ അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയാ പോകുന്നതെന്ന് ഈ ഷെയർ ഹോൾഡേഴ്സ് നോക്കാൻ പോകുന്നില്ല. അത് ചെയ്യുന്ന ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. സോ ഈ ഷെയർ ഹോൾഡേഴ്സിന് അറിയണം ഇത് കറക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. അതിനെന്ത് ചെയ്തു? ഒരു തേർഡ് പാർട്ടീനെ അവിടെ ഇവർ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം ഇവിടെ വന്നിട്ട് ആ ഒരു വർഷത്തെ മൊത്തം കണക്കുകൾ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടാണോ കണക്കുകളൊക്കെ ചെയ്യുന്നത്, ബിസിനസ് പോകുന്നത്, ഇവര് ഫ്രോഡ് ഒന്നും ചെയ്തിട്ടില്ല, എറർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു ഗ്യാരണ്ടി, ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ട്, അതാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? ഇതിനാണ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്നുള്ള ഫസ്റ്റ് പോയിന്റിലേക്ക് വരുന്നത്. ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തമ്മിൽ, അതും ഈ ഓഡിറ്ററും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇവർക്കൊരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ നടത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ കമ്പനിയിൽ ഈ ഓഡിറ്ററിന് ഒരു 10% ഷെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ അതൊരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇൻഡിപെൻഡൻസ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദ വിഷസ് ഓർ ഡയറക്ഷൻസ് ഓഫ് അനദർ പേഴ്സൺ ഹു മൈറ്റ് ഹാവ് എൻഗേജ്ഡ് ഹിം. സോ അതൊന്നും ഇല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഓഡിറ്റർ ആയിരിക്കുന്നത്. സോ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ, ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു. ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും നോക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഓഡിറ്ററിന്റെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് പിന്നീട് വരുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പം ഒരു കമ്പനിക്ക് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ ബിൽഡിങ്ങിന് എത്രമാത്രം പഴക്കമുണ്ടെന്ന്
ഈ ഓഡിറ്റർ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓഡിറ്റർ നോക്കുന്നത് അതിന്റെ ഒരു വർഷത്തെ വിറ്റുവരവ് അല്ലെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അതിനെയാണ് നോക്കേണ്ടത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ഓഫ് ആൻ എൻറ്റിറ്റി വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട്. അതായത് ഇത് നോക്കുന്നത് ജസ്റ്റ് കമ്പനികൾക്ക് മാത്രമാണോ, പ്രൊഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് മാത്രമാണോ? അല്ല. ഇപ്പം NGO ആവട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, അതാണെങ്കിലും നല്ല രീതിയിൽ നടത്തണ്ടേ, കളവുകൾ ഇല്ലാണ്ട് നടത്തണ്ടേ, കറക്റ്റായിട്ട് കണക്കുകൾ കാണിക്കണ്ടേ. സോ അതിൻ്റെ അകത്ത് എന്താ പ്രൊഫിറ്റ് ഓറിയന്റഡ് ആണോ നോക്കണ്ട, സൈസ് നോക്കണ്ട, ലീഗൽ ഫോം നോക്കണ്ട, ഏതുമാവട്ടെ ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ നടത്തുകയാണ് ഒരു ഓഡിറ്റർ. എന്തിനാണ്? ടു കണ്ടക്ട് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. ഒരു ഒപ്പീനിയൻ നൽകാൻ വേണ്ടി നടത്തുന്ന ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ് ഓഡിറ്റ്. സോ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഒരു ഡെഫിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും പറ്റും, ഒറ്റയടിക്ക് മഗപ്പ് ചെയ്യാതെ പഠിക്കുവാണെങ്കിൽ. സോ ഇതിനുള്ള കാര്യം ഇത് നമുക്ക് മനസ്സിലായി. എന്താണ് എക്സ്പ്രസ് ആണ് ഒപ്പീനിയൻ, റെസ്പെക്റ്റീവ് ഓഫ് ക്യാരക്ടർ ഓർ സൈസ് ഓർ എനിത്തിങ്. ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്നത്. അതായത് പർപ്പസ് ഓഫ് ആൻ ഓഡിറ്റ് എന്താണ്? എക്സ്പ്രസ് ഓഫ് ഒപ്പീനിയൻ ആണ്. എന്തിനാണ് ഒപ്പീനിയൻ കൊടുക്കുന്നത്? ഒപ്പീനിയൻ കൊടുക്കുന്നത് ഇതിന്റെ ക്രെഡിബിലിറ്റിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഈ എന്തിന്റെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയർ ഹോൾഡർ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു വർഷം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തന്റെ മണി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണമല്ലോ, അതിനൊരു ക്രെഡിബിലിറ്റി വേണ്ടേ? അത് ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഈ ഓഡിറ്ററാണ്. സോ അത് ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ യൂസറിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഇത്രയുള്ള കാര്യം. അപ്പം ഇത്രയും പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. ഇനി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യമില്ല എന്ന് എങ്ങനെ ഓഡിറ്റർ എൻഷുർ ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സിമ്പിൾ ആണ്. ഇത് 5-6 പോയിന്റ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ നമ്മൾ എന്താ നോക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 5-6 പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് സംഭവിക്കുന്നത്? നമ്മളാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് അത് പ്രോപ്പർലി ക്ലാസിഫൈഡ് ആണോ. അതായത് നമ്മൾ കുഞ്ഞിലേ മുതൽ, അതായത് +2 +1 കൊമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ CBT ഒക്കെ സമയത്ത് പഠിച്ചതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. റവന്യൂ ആയിട്ട്, അസറ്റ് ആയിട്ട്, ക്ലാസ് കറക്റ്റ് ആയിട്ട്. അതാണ് ബേസിസ്. എന്നിട്ട് അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അത് മൂന്നും ക്ലാസിഫൈ, ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ കോൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്ന രീതിയിൽ. അതായത് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രിസിയേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇൻവെന്ററി എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം അത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ ഡ്രോൺ അപ്പ് വിത്ത് റെഫറൻസ് ടു എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന എവിടെ നിന്നാണ്? എൻട്രീസിൽ നിന്നായിരിക്കണം. സ്റ്റാർട്ടിങ് സാധനം ജേണൽ എൻട്രീസിൽ നിന്നാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആയല്ലോ, കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയല്ലോ. ദി എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ആഡിക്വലി സപ്പോർട്ടഡ് ബൈ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. അതായത് ഈ വെറുതെ എൻട്രീസ് നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിനെന്ത് വേണം? ഇൻവോയ്സ് വേണം. ഇൻവോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എവിഡൻസ് ആണ്. സോ ഇതിനെ പക്ക ഒരു എവിഡൻസ് കൊണ്ട് ബാക്കപ്പ് ചെയ്തിരിക്കണം. അപ്പം ഈ ഒരു ലൈൻ മനസ്സിലായല്ലോ. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എൻട്രീസിൽ നിന്നായിരിക്കണം. ആ എൻട്രീസിനെ ബാക്കപ്പ് ചെയ്യുന്ന എവിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു എൻട്രിയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കറക്റ്റ് ആയിട്ട് എല്ലാം ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒമിറ്റ് none of the entries in the book of accounts has been omitted in the process of compilation. So നമ്മൾ എത്ര പോയിന്റ് തീർത്തു? 1, 2, 3, 4 പോയിന്റ് തീർത്തു. ഇനി നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഓഡിറ്റ് ചെയ്യുന്ന? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. സോ ഒരു ഇൻഫോർമേഷനും, അതായത് ഇൻഫോർമേഷൻ കൺവേർഡ് ബൈ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലിയർ ആൻഡ് അൺആംബിഗ്യസ്. അതായത് ക്ലിയർ ആയിരിക്കണം ഇതിന്റെ ഇൻഫോർമേഷൻ നൽകുന്നത്. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നൽകുന്ന ഇൻഫോർമേഷൻ ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്യസ് ആയിരിക്കണം. അപ്പം 5 പോയിന്റ് ആയല്ലോ. ഇനി ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് എത്തുന്ന ഏതിലേക്കാ? P&L, ബാലൻസ് ഷീറ്റ്. ഇതിന്റെ അകത്ത് എന്താ പറയുന്നേ? അസറ്റ്, ലൈബിലിറ്റി. ഇതിന്റെ അകത്ത് എന്താ പറയുന്നേ? ഓപ്പറേഷണൽ റിസൾട്ട്സ്.
ഇത് രണ്ടും നമുക്ക് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകണം. അത് ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും കാണാൻ പോകുന്നതാണ് ഓഡിറ്റിന്റെ അകത്ത്. അതായത് നമ്മൾ എപ്പോഴും നോക്കുന്ന എന്താണ്, ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ഈ രണ്ട് വാക്കും എപ്പോഴും വരാൻ പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി ഓർത്തിരിക്കും. അപ്പൊ എന്താ പറഞ്ഞു വന്നേ, നമ്മൾ ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് എവിടെ എത്തുന്നത്, P&L ബാലൻസ് ഷീറ്റിലാണ്. അത് തരുന്നത് ഓപ്പറേഷണൽ റിസൾട്ട്സ് ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണ്. ഇത് ഈ മൊത്തം പിക്ചർ ഒരു ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ഇതാണ് എന്ത്, ലാസ്റ്റത്തെ പോയിന്റ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്നതല്ലായിരിക്കും എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അങ്ങനെ എൻഷുർ ചെയ്ത് എന്ത് സംഭവിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആ അഷുറൻസ് കാരണം എന്ത്, യൂസേഴ്സിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഇത്രയാണ് പർപ്പസ് ഓഫ് ആൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞല്ലോ, ആ ടോപ്പിക്കും അവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് റിലേഷൻ വിത്ത് ഡൈവേഴ്സ് സബ്ജക്ട്സ്. അത് സിമ്പിൾ കാര്യമാണ്. അതായത് നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന സാധനം പല സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓഡിറ്റ് അക്കൗണ്ട്സുമായിട്ട് ബന്ധമുണ്ട്. സിമ്പിൾ, അക്കൗണ്ട്സുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം. കാരണം അക്കൗണ്ടിങ് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അക്കൗണ്ടിങ് കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത് എന്ന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അപ്പം ഫസ്റ്റ് സാധനം അക്കൗണ്ട്സ് ഓഡിറ്റിക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ടെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഓർത്തിരിക്കും. അപ്പം ആദ്യത്തെ ഓഡിറ്റിങ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് എന്താണ്, കമ്പനി ഇരിക്കുന്നത് പല ലോസ് ബന്ധപ്പെട്ട്, അതായത് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ പല ആക്ടുകളുണ്ട്. ആ ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ, ആ ലോയുടെ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. സോ ഓഡിറ്റിംഗ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓഡിറ്റിംഗ് ആൻഡ് ബിഹേവിയറൽ സയൻസ്, അതായത് നമ്മളിപ്പോ ഓഡിറ്റിംഗിന് ചെല്ലുവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ കള്ളമാണോ സത്യമാണോ പറയുന്നത്, അവരെന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഓഡിറ്റിങ്ങിന് ബിഹേവിയറൽ സയൻസുമായിട്ടും ബന്ധമുണ്ട്. ഓഡിറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ടും ബന്ധമുണ്ട്. ഓഡിറ്റർ ഈസ് ഓൾസോ എക്സ്പെക്ടഡ് ടു ഹാവ് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ഓഫ് മീനിങ്ഫുൾ കൺക്ലൂഷൻ ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററീസ്. അതായത് ഇൻവെന്ററീസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ നോക്കുന്നത്, കറക്റ്റ് ആയിട്ട് ഇൻവെന്ററീസ് ഉണ്ടോ ഇല്ലയോ, എണ്ണത്തിൽ കറക്റ്റ് ഉണ്ടോ, അതിന് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യണം. ചിലപ്പം വാല്യൂയിലുള്ളതായിരിക്കാം, അല്ലെ, ചിലപ്പോൾ കൗണ്ടിലുള്ളതായിരിക്കാം. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം സാമ്പിളിങ്, നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് 100% നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 10,000 സാധനം ഉണ്ടെന്ന് വിചാരിക്കട്ടെ, നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുമോ? നെവർ. സോ വി ടേക്ക് സാമ്പിൾസ്. അതിനെന്ത് വേണം, സ്റ്റാറ്റിസ്റ്റിക് വേണം. അപ്പം അത് രണ്ടുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെന്തുവാ, ഡേറ്റ പ്രോസസ്സിംഗുമായിട്ട്, അതായത് EDP ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ വരെ നമുക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, അതായത് ഓഡിറ്ററിന് ആ കമ്പനി എന്താണ് ചെയ്യുന്നതിനെ പറ്റി അടിസ്ഥാനപരമായ ഒരു എന്താ നോളജ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കോസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ്, എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ കമ്പനിക്കും ഓരോ അല്ലെങ്കിൽ എൻറ്റിറ്റിക്കും അതിൻ്റെതായ രീതികളുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഓഡിറ്ററിന് പക്കയായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? സിമ്പിൾ ആണ്. നമുക്ക് CPTക്ക് പഠിച്ചതൊക്കെയാണ് അക്കൗണ്ടിങ്, ലോയ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ. പിന്നെ ഇന്റർന് വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നതാണ് IT എന്ന് പറയുന്നത്, ഡേറ്റ പ്രോസസ്സിംഗ്. IT ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു ചാപ്റ്റർ ആണ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാമല്ലേ? നമ്മുടെ CA യാത്രയിൽ കണ്ട പല സബ്ജക്റ്റുകളുമാണിത്. ഇനി നമ്മൾ കാണാത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, അതേതാ? സയൻസ്. ഇവിടെ നമ്മൾ സയൻസ് പഠിക്കുന്നില്ല, കോമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ? സോ ബിഹേവിയറൽ സയൻസും കൂടെയുണ്ട്. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ പറ്റും. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മതി, ലോജിക്കലി ആലോചിച്ചാൽ മതി. അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സെന്റൻസ് എഴുതാൻ പറ്റും. സോ ഒരു 3-4 മാർക്കിന് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ആ ടോപ്പിക്കും അവിടെ എന്ത് ചെയ്തു, കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്, ഇത് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഇവിടെയാണ് നമ്മുടെ SA സ്റ്റാർട്ട് ചെയ്യുന്നത്. SA 200 ആണ് ഇതിനെ പറ്റി പറയുന്നത്. SAS എന്താന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ആൻ ഓഡിറ്റ്, അല്ല സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്.
അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളതുപോലെ തന്നെ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ SA-200 പറയുന്നത് in conducting audit of financial statement, objectives of auditor in accordance with SA-200 to obtain reasonable assurance about whether the financial statements as a whole are free from material misstatement, whether due to fraud, error, thereby enabling the auditor to express an opinion on whether the financial statements are prepared in all material respect in accordance with the applicable financial reporting framework, and to report on the financial statement and communicate as required by SAs in accordance with the auditor's finding. So one more thing, നിങ്ങൾക്ക് ഇത് സ്ലോ ആയിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 1.2 എല്ലാം ഇട്ടിട്ട് കേൾക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന നമുക്ക് ആ കൂടെ കിട്ടിയൊരു സാധനം ഒപ്പീനിയൻ പറയാനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വിവരം കണ്ടു. ഓക്കെ, to obtain reasonable assurance. Financial statements as a whole are free from material misstatement, whether due to fraud or error, thereby enable the auditor to express. അതായത് ഇത്രയുള്ള കാര്യം, ഒരു ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ അഷുറൻസ് എടുക്കാൻ പറ്റണം. എന്ത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫ്രോഡോ ഇററോ ഒക്കെ കാരണമുള്ള എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ബാധിക്കുന്നില്ല. സോ ദാറ്റ് നമുക്കൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. എന്ത്? അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അതായത് AFRF എന്ന് പറയും, AFRF ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയുള്ള കാര്യം പറയുന്നത്. സോ ഇത് മനസ്സിലാക്കാൻ എന്താണ് റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്? ആദ്യമേ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറയാം. അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 1,00,000 സെയിൽ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. 1,00,000 സെയിൽ ഉണ്ട്. ഇതിന്റെ അകത്ത് ഒരു 100 രൂപയുടെ ബില്ല് കണ്ടില്ല. ഈ 100 രൂപയുടെ ബില്ല് കണ്ടില്ലെന്ന് വെച്ചിട്ട് നമുക്ക് ഈ 1,00,000 രൂപ തെറ്റാന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇത് പ്യൂർലി നമ്മുടെ ജഡ്ജ്മെന്റ് ബേസ്ഡ് ആയിരിക്കും. സോ ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം എത്രയാണ് ലെവൽ എന്ന് നമുക്ക് വെക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, ഒരു 10,000 രൂപയുടെ ബില്ല് കണ്ടില്ലെങ്കിൽ എന്താണ്? അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വരുന്നത് അത് ഫ്രോഡ് വഴിയാകാം അല്ലെങ്കിൽ ഇറർ വഴിയാകാം ഈ മിസ്സയക്കുന്ന 10,000 രൂപ. ഇതിനെ നമ്മുടെ ജഡ്ജ്മെന്റിനെ എന്ത് ചെയ്യും? ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇമ്പാക്ട് ചെയ്യും. ഈ 10,000 രൂപ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അത്രേ ഉള്ളൂ. ആ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് നോക്കേണ്ട മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് കണ്ടു, റീസണബിൾ അഷുറൻസ് എന്താ? ആദ്യമേ നമുക്ക് ഇതിന്റെ വേർഡ്സ് എല്ലാം എന്താന്നുള്ളത് മനസ്സിലാക്കാം, എന്നിട്ട് മൊത്തത്തിൽ ഇതെന്താ പറയുന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നോട്ട് ആൻ അബ്സൊല്യൂട്ട് അഷുറൻസ്. അബ്സൊല്യൂട്ട് അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റണം, ഇത് 10,000 രൂപ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ, ആ കൂടെ 10,000 രൂപ പോയിട്ടുള്ളൂ, അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയണം. അത് പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് അബ്സൊല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ കട്ടൗണ്ട് പോയവനായിരിക്കണം. സോ അബ്സൊല്യൂട്ട് അഷുറൻസ് അല്ല റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്? ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. സോ ഒരു MCക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്ത്? നമ്മുടെ ഓഡിറ്റിൽ നമ്മൾ നോക്കുന്നത് റീസണബിൾ അഷുറൻസ് ആണോ അബ്സൊല്യൂട്ട് അഷുറൻസ് ആണോ? ഇറ്റ്സ് റീസണബിൾ അഷുറൻസ്. ഇനി രണ്ടാമത്തെ കാര്യം, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താന്ന് കണ്ടു. മെറ്റീരിയൽ മിസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ്, അത് നമ്മുടെ ഡിസിഷനെ ബാധിക്കുന്ന ടൈപ്പിലൊരു തെറ്റായിരിക്കണം. അതിനാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കണ്ടു. ഇനി ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്താന്ന് കാണണം. ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, റൂൾസ്, ലോസ് ആൻഡ് റെഗുലേഷൻ ആൻഡ് ഗൈഡ്ലൈൻസ് ദാറ്റ് എന്റിറ്റി മസ്റ്റ് ഫോളോ വെൻ പ്രിപ്പയറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് സിമ്പിൾ ആയിട്ട്, ഇത് അല്ലാണ്ട് വേറൊരു വലിയ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബുക്കിന്റെ അകത്ത്. പക്ഷെ സിമ്പിൾ കാര്യം ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം, കുറെ ലോസ് ഫോളോ ചെയ്യണം. ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുറെ ലോസ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ FCRA, ഫോറിൻ ക്രെഡിറ്റ്, അതായത് ഫോറിനിലേക്ക് നമ്മൾ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നൊരു ചട്ടമുണ്ട്, ആ രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് നമുക്കൊരു NGO ആണെങ്കിൽ അതിന് സ്റ്റേറ്റ് ട്രസ്റ്റ് ആക്ട്സ് ഉണ്ട്, ഒരു ട്രസ്റ്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ
കമ്പനിക്ക് അതിൻ്റെതായ പോളിസികളുണ്ട്. ഇന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കമ്പനി പറയുകയാണ് അതിന് കൂടുതൽ എത്തിക്സ് ആണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കാതെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. സോ അതിന് ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യണം, കൂടുതലായിട്ട് നമ്മൾ അതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കണം, അങ്ങനെയൊക്കെ കുറെ പോളിസീസ്, അവരുടേതായ പോളിസീസ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? മനസ്സിലായോ? ഈ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ആദ്യമേ എന്ത് സംഭവിക്കണം? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. എന്നാലേ നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ വരുന്നത്. അപ്പം എന്താണ് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്നും പറഞ്ഞു. ഇനി മൊത്തത്തിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാം. എന്താണ്? ആദ്യമേ ഒരു റീസണബിൾ അഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. ഓഡിറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അതായത് നമ്മുടെ ഫൈൻഡിങ്സിൽ നിന്ന്, ഓഡിറ്റർ നടത്തുന്ന ഓഡിറ്റിൽ നിന്ന് നമ്മളൊരു റീസണബിൾ അഷുറൻസ് ഉണ്ടാക്കുകയാണ്. എന്ത്? ഇതിന്റെ അകത്ത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള തെറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തേക്കുന്ന എല്ലാ ആസ്പെക്റ്റിലും ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വഴിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. മനസ്സിലായല്ലോ? ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ടു റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ആസ് റിക്വയർഡ് ബൈ എസ്എസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റേഴ്സ് ഫൈൻഡിംഗ്. ടു റിപ്പോർട്ട്, ടു കമ്മ്യൂണിക്കേറ്റ്, എന്താണ് ഡിഫറൻസ്? ടു റിപ്പോർട്ട് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് എന്താ ഡിഫറൻസ്? അതിനും ഡിഫറൻസ് ഉണ്ട്. സോ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഓഡിറ്റർ റിപ്പോർട്ടിൽ നമ്മൾ പറയുകയാണ് ഇന്ന കാര്യങ്ങൾ, ആസ് പെർ ഇതുകൊണ്ട് ഇന്ന കാര്യങ്ങളാണ്, ഞാനൊരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ഒരു ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത്? ടു റിപ്പോർട്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ്? നമ്മുടെ എസ് എ പ്രകാരം ചില കാര്യങ്ങൾ, അതായത് ചില ഓഡിറ്റ് ഫൈൻഡിങ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ്, അതായത് നമുക്ക് നോക്കാം, ചില സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് മാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ TCWG അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫ്രോഡ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ, അത് സർട്ടൈൻ എമൗണ്ടിന്റെ മുകളിലാണ് എങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യണം എന്നൊരു മാൻഡേറ്ററി ഒരു സംഭവം നമുക്കുണ്ട്. സോ അങ്ങനെ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാനേജ്മെന്റിനോട് നമ്മൾ ഇന്റേണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം. മെയിൻ ആയിട്ടുള്ള ഓഡിറ്റ് മാറ്റേഴ്സ് നമ്മൾ TCWG ആയിട്ട്, അതായത് ടോപ്പ് ലെവലായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിനെയാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഒപ്പീനിയൻ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുക എന്നുള്ളത്. അതിന് വരുന്നത് SA 700, 705, 706 ഇതിനെപ്പറ്റി അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്. സോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് പ്രകാരമാണ്? SA 260 TCWGക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, 265 ഇന്റേണൽ ഡെഫിഷ്യൻസി, അങ്ങനെ SA 240 അങ്ങനെ മുന്നോട്ട് പോകുന്നു. അത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റീസണബിൾ അഷുറൻസ് എടുക്കുക, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, സോ ദാറ്റ് എനിക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ മെറ്റീരിയൽ റെസ്പെക്റ്റിലും ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വഴിയാണ്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിനെ റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ ആ കണ്ടുപിടിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മേജർ തിങ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. സോ അതും അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ്. സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെ ചെയ്യണം ഓഡിറ്റിൽ, നമ്മൾ എന്തൊക്കെ ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും 100% നമുക്ക് നോക്കിയിട്ട് പോരാൻ പറ്റും ഓഡിറ്റിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, നെവർ. നമ്മൾ നോക്കേണ്ട സെർട്ടൈൻ ഏരിയസ് ഉണ്ട് ഓഡിറ്റിൽ, അതാണ് നോക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് നോക്കേണ്ടത്? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് എൻറ്റിറ്റീസ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഫിനാൻഷ്യൽ ഇൻഫർമേഷന് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ അത് റിലയബിൾ ആണോ, അതിനെ ഇപ്പൊ നമ്മൾ മുമ്പേരം കണ്ട പോലെ തന്നെ അതിനെ എവിഡൻസ് ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ജേണൽ എൻട്രീസ് ചെയ്തിട്ടുണ്ടോ, നമ്മളൊന്നും ഒമിറ്റ് ചെയ്തിട്ടില്ലോ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പ്രോപ്പർ ഡിസ്ക്ലോസർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് നമ്മൾ കൊടുക്കേണ്ട എല്ലാ ഡിസ്ക്ലോസറും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതും ഒരു ഓഡിറ്റിന്റെ സ്കോപ്പാണ്. പിന്നെ അവസാനം ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ഒപ്പീനിയൻ കൊടുക്കണം.
അത് നമ്മളിപ്പോൾ കുറെ നേരമായി പറയുന്ന കാര്യമാണ്. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ സ്കോപ്പ് ആൻഡ് ഓഡിറ്റ്. ഇനി എന്തൊക്കെ നോക്കണ്ട, അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരുടെയാണ്? അത് ഓഡിറ്ററിന്റെ അല്ല. ഓഡിറ്ററിന് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. പ്രിപ്പയർ ചെയ്ത പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ഈ പ്രിപ്പറേഷൻ ആൻഡ് റിവ്യൂ ഒരുമിച്ച് നടക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. പിന്നെ ഡ്യൂട്ടീസ് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് കോമ്പറ്റൻസ് ഓഫ് ഓഡിറ്റർ. അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അതായത് ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ പഴക്കത്തെ പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് എഞ്ചിനീയർ നോക്കേണ്ട കാര്യമാണ്, നമ്മൾ നോക്കേണ്ട കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി ഇതിന്റെ ഫുള്ള് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വേറെ ടൈപ്പ് മെഷീനറി നമ്മൾ മേടിക്കണമായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളാണ് നോക്കേണ്ടത്. അതിന്റെ പ്രായം നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് കോമ്പറ്റൻസ് ആണ്. സോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് എഞ്ചിനീയർ ആണ് നോക്കേണ്ടത്. അപ്പം അത് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ വരില്ല. മൂന്നാമത്തെ കാര്യം, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പക്ഷേ ആ ഡോക്യുമെന്റ്സിന്റെ ഒതന്റിക്കേഷൻ കറക്റ്റ് ആയിട്ടാണ്, അത് കറക്റ്റ് ആളാണ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നോക്കാൻ നമ്മള് CBI ഒന്നും അല്ല, മനസ്സിലായോ? സോ അത് കറക്റ്റ് ആണോ, ആ ഡോക്യുമെന്റ് അവിടെ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, സൈൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ഒരു നമ്മുടെ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്തു, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി, കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ടുണ്ട്, ഓക്കെ, അത് നമ്മൾ ഓഡിറ്റ് ചെയ്ത് അങ്ങ് പോവുക എന്നല്ലാണ്ട് ഈ എല്ലാ ഡോക്യുമെന്റ്സും എടുത്ത് അതിന്റെ ഒതന്റിക്കേഷൻ എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് അതൊന്നും നടക്കുന്ന കേസല്ല. അപ്പം അതും നമുക്ക് ഇത് തന്നെയാണ് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് കോമ്പറ്റൻസ് ആണ്. അതുപോലെ നമുക്കത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം. നാലാമത്തെ, ഇറ്റ്സ് നോട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സംഭവമാണ്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഫ്രോഡ് കാണുവാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, എറർ കാണുവാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. സോ അതൊരു ഇൻവെസ്റ്റിഗേഷനും അല്ല. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് എ സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ്. പിന്നെ എന്തൊക്കെയാണ് ഓഡിറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഈ 4 കാര്യങ്ങളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അതെങ്ങനെ നോക്കാൻ പറ്റും? അതിന് പ്രത്യേകം ടെസ്റ്റുകൾ, എൻക്വയറീസ്, പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യണം. പിന്നെ അതിന്റെ ഇന്റേണൽ കൺട്രോൾസ് നോക്കണം. കാരണം റിലയബിലിറ്റി എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്റേണൽ കൺട്രോളിൽ നിന്നും കൂടിയാണ്. അതായത് ഇന്റേണൽ കൺട്രോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും എൻക്വയറി ഒക്കെ നടത്തി ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ നമ്മൾ ചെയ്യണം, അക്വയർ ചെയ്യണം. രണ്ടാമത്, പ്രോപ്പർ ഡിസ്ക്ലോസർ ഉണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിന്റെ അകത്ത് ഈ ഡിസ്ക്ലോസറിന്റെ അകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പൊ ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ഏത് ടൈപ്പ് എടുക്കണം, WDV എടുക്കണോ, സ്ട്രൈറ്റ് ലൈൻ എടുക്കണോ, അതിന്റെ അകത്തൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അവരുടെ പോളിസി അനുസരിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണോ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ചുള്ള ഡിസ്ക്ലോസർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. മാത്രമല്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആണ്, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങി അതെന്താ ഹിസ്റ്ററിയാണ്, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. സോ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അതിന്റെ ബേസിസിലായിരിക്കണം ഈ സാധനങ്ങളെല്ലാം അക്കൗണ്ട് ചെയ്തിരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ അത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. അപ്പം നമ്മൾ ഏതൊക്കെ തീർന്നു, എന്താണ് ഓഡിറ്റ് എന്ന് മനസ്സിലായി, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലായി, ഏതൊക്കെ ബ്രാഞ്ചുമായിട്ട് ഓഡിറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി, എന്താണ് സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ് എന്ന് മനസ്സിലാക്കി. ഇനി നാലാമത്തെ, ഇൻഹെറന്റ് ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ്. എന്താണ് ഓഡിറ്റിന്റെ ലിമിറ്റേഷൻ? നമ്മൾ എന്തുകൊണ്ടാണ് റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നത്? എന്താണ് ഒരു ഒപ്പീനിയൻ മാത്രമായിട്ട് കൊടുക്കുന്നത്? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെറന്റ് ലിമിറ്റേഷൻ ഓഫ് ആൻ ഓഡിറ്റ് ആണ്. കാരണം നമുക്ക് ഒരിക്കലും 100% അഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. പല ഘടകങ്ങൾ വരുന്നുണ്ട്. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതായത്
ഈ അക്കൗണ്ട്സ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ അകത്തും അതുപോലെ തന്നെ ബിസിനസ് നടത്തുമ്പോഴും കുറെ ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അതായത് ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സിന്റെ ജഡ്ജ്മെന്റ്. ഇത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവ്സ് ജഡ്ജ്മെന്റ് ബൈ മാനേജ്മെന്റ്. സോ അത് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മൾ നോക്കുന്ന ഡേറ്റയ്ക്ക് വ്യത്യാസം വരും. സോ അതൊരു ലിമിറ്റേഷൻ ആണ് ഓഡിറ്റിന്റെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. അതായത് നമുക്ക് എന്താ, ചില എവിഡൻസ് മാനേജ്മെന്റ് സഹകരിച്ചെന്ന് തരത്തില്ലായിരിക്കും. ചിലപ്പം ഇന്റൻഷ്യലി തരാത്തതായിരിക്കാം, അൺഇന്റൻഷ്യലി തരാത്തതായിരിക്കും. പിന്നെ നമുക്ക് ഫ്രോഡ് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ ചിലപ്പം ജസ്റ്റ് ഒന്ന് പോയി അതിന്റെ വൗച്ചേഴ്സ് നോക്കുക, കറക്റ്റ് ആയിട്ടുണ്ടോ, ആ വൗച്ചേഴ്സ് എൻട്രീസിൽ വന്നിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഈ വൗച്ചേഴ്സ് ചിലപ്പം പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫ്രോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലത് മുക്കിയിട്ടുണ്ടാവും. ഈ ഫ്രോഡ് ചെയ്യുന്നവൻ മണ്ടനല്ലല്ലോ, അവനിത് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള വഴികളും സെറ്റ് ചെയ്ത് വെക്കത്തില്ലേ. അപ്പം അങ്ങനെയുള്ള ചില കാര്യം, അപ്പൊ നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ അല്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഓഡിറ്റ് പ്രൊസീജിയറിന്റെ നേച്ചർ കാരണം എന്തുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഓഡിറ്റ് പക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളിപ്പോ പറഞ്ഞല്ലോ. അപ്പം ആ 3 വേർഡ് കഴിഞ്ഞു. ഇനി 4ാമത്തെ കാര്യമാണ് ടൈംലിനെസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് റിഡ്യൂസ് റിലവൻസ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ടൈം. ഈ ഓഡിറ്റ് എന്തിനാ നടത്തുന്നത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പൊ ഒരു ഷെയർ ഹോൾഡർ അവന്റെ ആ ഒരു വർഷത്തെ അവന്റെ പെർഫോമൻസ്, ആ ഷെയറിന്റെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഇൻവെസ്റ്റ് ചെയ്യണോ, മോർ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. സോ അവൻ അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഓഡിറ്ററാണ്, എനിക്ക് ഭയങ്കര വാശിയാണ് ഈ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് അടങ്ങുള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്നിട്ട് ഞാനാണെങ്കിൽ ചെന്ന് ഇത് ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ച് ഒരു 2 വർഷം കൊണ്ട് ഒരു 10,000 രൂപയുടെ ഇൻവോയ്സ് ഒരുത്തൻ മുക്കി എന്ന് ഞാൻ കണ്ടുപിടിച്ചു. വല്ല പ്രയോജനമുണ്ട്? ഈ 2 വർഷം കഴിഞ്ഞിട്ട് 10,000ന്റെ ബില്ല് മുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഈ സാധനം ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, ഇത്ര മന്തിനുള്ളിൽ കൊടുത്തിട്ടേ പ്രയോജനമുള്ളൂ. ഇന്നത്തെ കാലത്ത് സമയത്ത് സാധനം കൊടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനവും. അത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഫ്യൂച്ചർ ഇവന്റ്സ്, അതായത് ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിൽ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. കോവിഡ്, നമ്മളിപ്പോ ഒരു റിപ്പോർട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തു, നല്ല സൂപ്പറായിട്ട് നടക്കുന്ന ഒരു കമ്പനിയാണ്. തൊട്ടടുത്ത ദിവസം കോവിഡ് വന്ന് പട്ട അടിച്ചു പൊളിച്ചു പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കുന്ന എന്തിനാ? ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വിചാരിച്ചു. അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ്. നമ്മളിത് കോൺഫിഡൻസ് ഒക്കെ കൂട്ടിയിട്ട് ഇത് ചടപടയെന്ന് അടിച്ചു പൊടിച്ചു പോയി കഴിഞ്ഞാൽ കാര്യമുണ്ടോ? നമ്മൾ കൊടുത്ത കോൺഫിഡൻസ് ഒക്കെ വെള്ളത്തിൽ പോയില്ലേ? സോ ഈ ഒരു 4-5 പോയിന്റ് ആണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻ ഓഫ് ആൻ ഓഡിറ്റ്. ഇതുകൊണ്ടാണ് നമുക്ക് 100% ഒരു ഒപ്പീനിയൻ, അതായത് പക്കയാണ്, അക്യുറേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. ഒരു റീസണബിൾ അഷ്യൂറൻസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ്. ആ ടോപ്പിക്കും കഴിഞ്ഞു. ഇനി ബെനഫിറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റ്. അത് സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. അതായത് എന്തിനായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളൂ. ഇറ്റ് ഗീവ്സ് കോൺഫിഡൻസ് ടു യൂസേഴ്സ് ഇൻഫർമേഷൻ വിച്ച് ദേ ആർ ലേണിംഗ് ക്വാളിറ്റീവ്ലി ആൻഡ് ഇറ്റ് ഈസ് ഔട്ട്കം ഓഫ് ആൻ എക്സർസൈസ് കാരിഡ് ഔട്ട് ബൈ ഫോളോയിങ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി. സിമ്പിൾ ആണ്. അതായത് ഈ ഓഡിറ്റ് നൽകുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണ് ആൾക്കാർക്ക്. അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ, അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇൻ കേസ് ഓഫ് കമ്പനീസ്, ഷെയർ ഹോൾഡേഴ്സ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഇൻ ദി ഡെയിലി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. The financial statement are prepared by management constant directors. As shareholders or owners of the company, they need an independent mechanism so that the financial information is qualitatively reliable and hence their interest is safeguarded by an auditor. ഇതെന്താണ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോയിന്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, കമ്പനി ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിന്റെ ഓണേഴ്സ്, പക്ഷേ ഡയറക്ടേഴ്സ് ആയിരിക്കും അത് കൊണ്ടു നടക്കുന്നത്. അപ്പം ആ എക്സാമ്പിൾ ഓർത്ത് നിന്ന് രണ്ടാമത്തെ പോയിന്റ് ആയി ഇല്ലേ? അപ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഇൻഫർമേഷൻ ഫോർ ദ യൂസേഴ്സ്. അവർക്ക് എന്ത് ചെയ്യും? അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കമ്പനിയുടെ ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സിന് അവരുടെ കമ്പനി കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സേഫ് ഗാർഡ്. ഈ ഒരു വാക്ക് ഓർത്തിരിക്കുക, ഇൻട്രസ്റ്റ് ഇൻ സേഫ് ഗാർഡ് ബൈ എ ഓഡിറ്റ്. ഇത് ഓർത്തിരിക്കുക. ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ ആണ്. ഇറ്റ് ഗീവ്സ് കോൺഫിഡൻസ്.
പിന്നെ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ രണ്ട് കാര്യമായി. പിന്നെ ഇറ്റ് ഈസ് ആൻ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് ഫ്രം കമ്മിറ്റിംഗ് ഫ്രോഡ്സ് ഓഫ് ദെയർ ഫിയർ ഓഫ് ഡിസ്കവറിംഗ് ബൈ ഓഡിറ്റ്. സോ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിയേ കാണാം. ഈ ലോകത്താണേലും ആരെങ്കിലും നോക്കുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് എന്നാ വെറുതെ ഇരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെണ്ടിത്തരം കാണിക്കാനും ഫ്രോഡ് കാണിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്ന ഒരു പേടി ഉണ്ടെങ്കിൽ ആൾക്കാര് ഒരു എന്ത് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരിക്കും, കുറച്ച് ഫ്രോഡ് കാണിക്കാൻ മടി ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് ആൻ എന്തുവാ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ്. അപ്പൊ ഈ 3 വേർഡ് ഓർത്തിരിക്കുക, എന്നിട്ട് നിങ്ങൾ പൂരിപ്പിച്ചെഴുതുക. അപ്പൊ 3 കഴിഞ്ഞല്ലോ. ഇനി 4ാമത്തെ കാര്യം, ഓഡിറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആർ ഹെൽപ്ഫുൾ ടു ഗവൺമെന്റ് അതോറിറ്റീസ് ടു ഡിറ്റർമിൻ ദ ടാക്സ് ലയബിലിറ്റീസ്. അതായത് ഈയിടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അതായത് ഒരു CA കാരന്റെ ഒപ്പ് ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പിനേക്കാളും വലുതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊക്കെ ഭയങ്കര ഒരു എന്തുവാ നമുക്കൊരു സന്തോഷം തരുന്ന സംഭവമാണ്. സോ ഇതും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഗവൺമെന്റിന് അതോറിറ്റീസിന് അവരുടെ ഇപ്പം ഈ ഡയറക്ട് ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഓഡിറ്റ് ആണ്. ഓഡിറ്റേഴ്സ് വഴിയാണ്, CA കാർ വഴിയാണ് ഇവർക്ക് ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ്, നമ്മുടെ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ്, നമ്മുടെ ഒരു സർവീസ് ആണ് ഈ സംഭവം. അപ്പം 4 പോയിന്റും പുട്ടുപോലെ പഠിച്ചില്ലേ. ഇനി നാലാമത്തെ ഓർ അഞ്ചാമത്തെ ഓഡിറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ റിലേഡ് അപ്പോൺ ലെൻഡേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. അതായത് ഇതും നിങ്ങൾക്ക് സിമ്പിൾ സംഭവമാണ്. അതായത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അറിയാവുന്ന ഒരു കാര്യം. നമുക്കൊരു കാര്യം വേണമെങ്കിൽ ആദ്യം നമ്മളോട് എന്താ ചോദിക്കുന്നത്, ഒരു 3 വർഷത്തെ ITR ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ നമ്മളൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും ഒരു നമ്മൾ കുറച്ച് ലോൺ എടുക്കാൻ പോകുന്ന വിചാരിച്ചു, ഒരു കമ്പനിയിലേക്ക് ലോൺ എടുക്കാൻ പോവാണ്. ആ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ എന്തായിരിക്കും ചോദിക്കുന്നത്? ഓഡിറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബാങ്കേഴ്സ്, ലെൻഡേഴ്സ്, അങ്ങനെ പൈസ കൊടുക്കുന്ന ക്രെഡിറ്റ് ഡിസിഷൻസിനൊക്കെ എന്താണ് ഈ ഓഡിറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്കും എന്താണ് ഓഡിറ്റ് ഒരു ബെനിഫിറ്റ് ആണ്. ഇനി ഓഡിറ്റ് മേ ഓൾസോ ഡിറ്റക്ട് ഫ്രോഡ് ഓർ ബോത്ത്. സോ എന്താണ് നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഫ്രോഡ് കണ്ടുപിടിക്കാം, എറർ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ആൻഡ് ഓഡിറ്റ് റിവ്യൂസ് എക്സിസ്റ്റൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് വേരിയസ് കൺട്രോൾസ് ഓപ്പറേറ്റിംഗ് ഇൻ എൻറ്റിറ്റി, ഹെൻസ് ഇറ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ഡെഫിഷ്യൻസി. അതായത് സിമ്പിൾ സംഭവമാണ്. അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഡിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ആണ് ഇന്റേണൽ കൺട്രോൾ ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കമ്പനി മാത്രമല്ല, എനി എൻറ്റിറ്റി വി ആർ ഓഡിറ്റിംഗ്, ആ എൻറ്റിറ്റിയിലെ ഓഡിറ്റിംഗ് ചെയ്യുന്ന എൻറ്റിറ്റിയിലെ കൺട്രോൾസ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓഡിറ്റിൽ നിന്ന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അതായത് ക്വാളിറ്റി ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. രണ്ടാമത്തെ എന്താണ്, ഓണേഴ്സിന് അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, നമ്മുടെ കമ്പനി കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. മൂന്നാമത്തത് മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ്. നാലാമത്തെ കാര്യം ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അഞ്ചാമത്തെ കാര്യം ലെൻഡേഴ്സിനെ, അതായത് ക്രെഡിറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ബാങ്കിനെയൊക്കെ, അതായത് നമ്മൾ ഓഡിറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ലോണൊക്കെ തരാൻ വേണ്ടി നമുക്ക് വേണ്ടി നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടുപിടിക്കും? ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും, എറർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അത് കമ്പനിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺട്രോൾസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയും കാര്യമാണ് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. ഇപ്പൊ എത്രയോ ഒരു 5-6 ടോപ്പിക് നമ്മൾ തീർത്തില്ലേ, ചടപടെ എന്ന്. സോ ഇത്രയുള്ള കാര്യം. ആദ്യത്തെ നമ്മുടെ ഈ റിവിഷന്റെ പാർട്ട് ഇവിടെ തീരുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഇനിയൊരു അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കും. സോ വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറൊന്നുമല്ല, നമുക്കൊന്നും കൂടെ അതിന്റെ റീക്യാപ്പ് ചെയ്യാം. അതായത് എന്താണ് ഓഡിറ്റ് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഓഡിറ്റ് എങ്ങനെ മിസ്ലീഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തത് ഏതൊക്കെയാണ് ബ്രാഞ്ചുകൾ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കി. ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ് എന്താ, 2 ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് നമ്മൾ SA 200 പ്രകാരം നോക്കി. അടുത്ത് നമ്മൾ നോക്കിയത് ഇതിന്റെ ചെറിയ ഡെഫിനേഷൻസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി. നാലാമത്തെ സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ് എന്താണെന്നുള്ളതും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ ഓർത്തു. ഇനി അടുത്തത് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ് എന്താണെന്ന് നോക്കി. ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് MCQ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം.
അതുപോലെ തന്നെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ ഇത് MCQ ആയിട്ട് ചോദിക്കുക, ഇതൊക്കെ നമ്മൾ നോക്കണോ എന്നുള്ള രീതിയിൽ ഒരു സിനാരിയോ വന്നിട്ട് ഓഡിറ്റർ ഇത് നോക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് അതുപോലെ തന്നെ 2-3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ പക്കയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ റിവിഷൻ പാർട്ട് 1 ഇവിടെ തീരുകയാണ്. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഇത് ഫുള്ളായിട്ട് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എക്സാമിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കേൾക്കുക. പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പക്കയായിട്ട് നിങ്ങൾക്ക് ഓർത്തിരുന്ന് എഴുതാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിൽ പുതിയ പുതിയ റിവിഷൻസും അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അനാലിസിസും ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ തുടക്കം എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. സോ അടുത്ത തവണ കാണാം. ഹാപ്പി ലേണിംഗ്. നമുക്ക് ടുഗദർ വി ക്യാൻ ക്രാക്ക് ദിസ് CA ആൻഡ് മേക്ക് അവർ സെൽഫ് ആൻഡ് ഫാമിലി പ്രൗഡ്. താങ്ക് യു.